മനുഷ്യൻ്റെ മനസ്സ് ലോലമായ, ഏറ്റവും ലോലമായ അവസ്ഥയിൽ വലിയ പ്രയാസങ്ങൾ സഹിക്കാൻ കഷ്ടപ്പെടുന്ന മനസ്സാണ് മനുഷ്യൻ. നീറുന്ന ഒരുപാട് ടെൻഷനുകളും ആദിയും വ്യാധിയും സങ്കടങ്ങളും ഒക്കെയായി കണ്ണീരോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനേകം മനുഷ്യർ നമ്മുടെ നാടുകളിലുണ്ട്. അവൻ്റെ ടെൻഷനും അസ്വസ്ഥതകളും മാറാൻ യഥാർത്ഥ പരിഹാരം കണ്ടെത്താതെ അസ്വസ്ഥമായ ജീവിത ദിവനങ്ങൾ, രാപ്പകലുകൾ കഴിഞ്ഞു തള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മനം മടുത്ത് ജീവിതത്തിന്റെ നൈരാശ്യം ബാധിച്ച് ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ടെൻഷനുകാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്ന് നേരാവണ്ണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, പരിശോധിച്ചാൽ ഏറ്റവും ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്, 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ നിലക്ക് നമ്മുടെ ടെൻഷൻ വ്യാപിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് അന്ധവിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസികൾ എന്നും ടെൻഷനിലാണ്. അവന് ഒരു ഘട്ടത്തിലും പരിഹാരമില്ല. പാലക്കാട് നെന്മാറയിൽ ചെന്താമര എന്ന് പറയുന്ന കൊലക്കേസിലെ പ്രതി, നീ എന്ത് കാരണം കൊണ്ട് ആദ്യത്തെ കൊലപാതകം നിർവഹിച്ചു എന്നതിൻ്റെ മറുപടി ഒരു ജ്യോത്സ്യൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം അയൽപ്പക്കത്തുള്ള നീണ്ട മുടിയുള്ള ഒരു പെണ്ണാണ്. എങ്കിൽ ആ പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവളെ കൊന്നുകളഞ്ഞു. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ സ്വന്തം ബന്ധു അമ്മാവൻ കൊണ്ടുപോയി കിണറ്റിലിട്ടു. പ്രതിയുടെ ചോദ്യം വിശദീകരണത്തിൽ അയാൾ പറയുന്നുണ്ട്, ദേവന്തു പേരിലറിയപ്പെടുന്ന ഈ 2.5 വയസ്സുകാരി ജനിച്ചത് മുതലാണ് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയത്. അതുകൊണ്ട് ഈ കുട്ടിയാണ് പ്രശ്നം എന്ന് കരുതി കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു. ഇനി ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ ഇതൊക്കെ മറ്റൊരു പേരാണെങ്കിൽ, മറ്റൊരു മതത്തിന്റെ പേരാണെങ്കിൽ, എത്ര സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരും ഒഴിവല്ല. വീട്ടിലെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരായ 1 or 2 ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്നങ്ങ് മരിച്ചുപോയാൽ പിന്നെ നമ്മുടെ ആദി എന്തായിരിക്കും? അത് ആരാ ചെയ്തത്? വീട്ടിൽ പ്രധാനപ്പെട്ട 1 or 2 വ്യക്തികൾക്ക് അപകടം സംഭവിച്ചാൽ, കല്യാണത്തിന് വേണ്ടി ഒരുപാട് ആലോചനകൾ നടത്തി അവസാനം വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉടൻ വീട്ടുകാർ പറയും, എവിടെയെങ്കിലും ഒന്ന് പോയി നോക്ക്. എന്തിന്? പ്രശ്നം പരിഹരിക്കാൻ. ഈ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മാറാപ്പ് ഭാണ്ഡങ്ങൾ ചുമന്ന് പൈസയും അഭിമാനവും നഷ്ടപ്പെടുത്തി നീറിക്കഴിയുന്ന ആളുകൾക്കിടയിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കൽപ്പനയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളുണ്ട്. ദീനൊന്നും വിട്ടുപോയിട്ടില്ല. മനുഷ്യരെ, നിങ്ങൾ അറിയണം, അല്ലാഹു നിങ്ങൾക്ക് ബാധിപ്പിക്കുന്നതാണെങ്കിൽ, എന്തെങ്കിലും ഒരു കഷ്ടപ്പാട്, ദുരിതം അല്ലാഹു ബാധിപ്പിക്കുകയാണെങ്കിൽ, ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവൻക്കല്ലാതെ അത് നീക്കം ചെയ്യാൻ സാധ്യമല്ല. അത് പടച്ചോൻ തന്നതാണ്. പടച്ചോൻ തന്നതിനെ പടച്ചവനല്ലാതെ നീക്കം ചെയ്യാൻ കഴിയൂല. നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറെങ്ങാനും അല്ലാഹു ബാധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആര് എന്തൊക്കെ ചെയ്താലും, എവിടെ എന്തൊക്കെ മറിച്ചിട്ടാലും ഒരിക്കലും അത് നീക്കം ചെയ്യാൻ കഴിയൂല. ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹുവിൽ നിന്നാണ് ഖൈർ, അല്ലാഹുവിൽ നിന്നാണ് ഷർറ്. നമ്മുടെ ജീവിതത്തിൽ ഏറെക്കാലം വിവാഹം കഴിഞ്ഞിട്ടൊരു സന്താനം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, വിധി വന്നില്ല എങ്കിൽ പിന്നെ ഏത് മക്കാമിലാണ്, ഏത് ജാറത്തിലാണ്, ഏത് ദർഗയിലാണ് ഇതിന് പരിഹാരമുണ്ടാകുന്നത്? അല്ലാഹുവിനേക്കാൾ കഴിവുള്ള മറ്റാരാ ഉള്ളത്? അങ്ങനെ ഒരു കാര്യം മോഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയന്റെ അടുത്ത് നമ്മൾ ചൊല്ലുമ്പോൾ
നമ്മുടെ മനസ്സ് പറയുന്നു അള്ളാഹുവിന് കഴിഞ്ഞില്ലെങ്കിലും ഈ വലിയിന് സാധിക്കുമെന്ന തോന്നലുണ്ടാകുന്നു. എത്ര വലിയ അപകടകരമായ വിശ്വാസത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അള്ളാഹു ഖുർആനിൽ മറ്റൊരിടത്ത് പറയാണ്, ഇങ്ങനെ ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവാണ് കൊടുക്കുന്നത്. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അവന്റെ അടിമകൾക്കിടയിൽ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോരുത്തർക്കും വേണ്ടതവൻ ബാധിപ്പിക്കുന്നതാണ്. ചിലർക്കെന്നും ഖൈറായിരിക്കും, അതൊരു പരീക്ഷണം. ചിലർക്ക് എപ്പോഴും ഷർറായിരിക്കും, അത് മറ്റൊരു പരീക്ഷണം. രണ്ടുകൊണ്ടും അല്ലാഹു തആല പരീക്ഷിക്കുമെന്നത് കൃത്യമായി ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് അത്തരം പ്രതിസന്ധികളും വിഷമങ്ങളും ടെൻഷനുകളും നീറിപ്പുകയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു അടുക്കളയാണ് പ്രശ്നം, ടോയ്ലറ്റാണ് പ്രശ്നം. ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചുണ്ടാക്കിയ വീട് അവസാനം പൊളിച്ചു മാറ്റാണ്, അല്ലെങ്കിൽ വീടൊഴിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് കാലിയാക്കി നാടന്നെ മാറിപ്പോകണം. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ആരൊക്കെയോ ധരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, 12 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കുടുംബത്തിൽ തഅസിയത്തിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തിരക്കിട്ട പണിയാണ്. എന്താ പണി? സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ പറയുന്നു 12 വയസ്സുള്ള മോൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള കാരണം ഈ കക്കൂസ് ടാങ്കാണ്. എന്നിട്ടത് മാറ്റി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ പണി തീർത്തു. അവർ വിശ്വസിക്കുന്നു ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ശരിക്കൊന്ന് ആലോചിക്കണം. ഏത് നിലക്കൊക്കെയുള്ള ഷർറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന് പരിഹാരം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ പൈശാചികമായ പല ഷർറുകൾ നമുക്ക് വരാം. അതിനെന്താ പണി? ഏതെങ്കിലും പിശാചു സേവയാണോ? ഏതെങ്കിലും പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പൂജകളാണോ? അല്ല. ഇസ്തിആദത്ത് പഠിപ്പിച്ചു, കാവലി ചോദിച്ചുള്ള പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച ചികിത്സാ രീതികളുണ്ട്, ദിക്റുകളുണ്ട്, ഔറാദുകളുണ്ട്. ആ നിലക്ക് അതിനും അതിന് പ്രത്യേകമായ പ്രതിവിധികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാചു സേവകരാണെങ്കിലും മാട്ടുമാരണങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും പിശാചിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ നിലക്കും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മളോട് പറയാൻ പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാ നിലക്കുമുള്ള ഷർറിൽ നിന്നുള്ള കാവൽ ചോദിച്ചുള്ള വാക്കുകളാണ്. ഏത് സാഹിറിന്റെ അടുത്ത് നമ്മൾ ചെന്നാലും, ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നാലും, അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവിടത്ത് ചെന്നാൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയില്ല. പിന്നെ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രശ്നം ചെന്നവരോട് പറഞ്ഞാൽ അവർ പറയും ഇത് ഗൗരവമാണ് കേട്ടോ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നം ഉണ്ടാകട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പടുത്ത് ആരെങ്കിലും മരിച്ചോ? ഒരാൾ മരിച്ചു, അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. എന്താ നമ്മൾ ചെയ്യാം? നമ്മൾ 20,000 രൂപ അങ്ങ് കെട്ടിവെക്കുക. കെട്ടിവെച്ചാൽ ഞങ്ങൾ കുറച്ച് തകിട് തരും, ചരട് തരും, ഏലസ് തരും, നൂല് തരും. അതൊക്കെ ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറൂല. നമ്മളെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമാധാനം കളയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കി മാറ്റാനാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ വിശ്വാസം? അല്ലാഹുവിലുള്ള തവക്കുൽ. നമ്മൾ ഏലസിലും ചരടിലും അല്ല നമ്മൾ തവക്കുലാക്കുന്നത്. പടച്ചവനെ, നിന്റെ നാമം കൊണ്ടിതാ ഞാൻ ഇറങ്ങുന്നു, നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാത്രമല്ല, മഹാരഥന്മാരായ ഉലമാക്കന്മാർ കിതാബുകളിലൂടെ പറയുകയാണ്, ജ്യോതിഷം രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രവചന സിദ്ധാന്തങ്ങൾ പഠിച്ചെടുക്കുന്നത് പോലും കുറ്റകരമാണ്. ജ്യോത്സ്യപ്പണി ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് പോലും കുറ്റമായി. ആരെങ്കിലും ജ്യോതിഷത്തിൽ നിന്നുള്ള ഇൽമ് പഠിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ സിഹറിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അത് ആ ജ്യോതിഷം പഠിക്കുന്നതോടുകൂടെ അവനിൽ സിഹറിന്റെ അറിവാണ് അധികരിക്കാൻ പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ പ്രവചിക്കുന്നവനായി മാറിയാൽ അവന്റെ അടുത്തേക്ക് പോകുന്നത് പോലും കുറ്റകരമാണ്.
അങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്തേക്ക് പോകുന്നത്. മന്നതാ അറാഫൻ, ആരെങ്കിലും ഒരു പ്രവചനക്കാരന്റെ ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് ഫസഅലഹു അൻ ശൈ, അവിടെ ചെന്നിട്ട് വല്ലതും അവരോട് ചെന്ന് ചോദിച്ചാൽ, എന്നെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ആകെ ഒരു വലിയ പ്രയാസത്തിലാണ്, എന്തേലും പരിഹാരം ഉണ്ടോ? നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ലം തുഖബൽ ലഹു സ്വലാത്ത് 40 ലൈല, അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. 40 ദിവസത്തെ നിസ്കാരം പോലും പിന്നെ അള്ളാഹുവിന് വേണ്ടെന്ന് പറയാൻ മാത്രമുള്ള അങ്ങേയറ്റത്തെ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ചെയ്തത്. പോവാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെ ഒരാളടുത്ത് ചെന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ പ്രവാചകന് ഇറക്കപ്പെട്ട ആ ഗ്രന്ഥത്തിൽ അവിശ്വാസിയായിരിക്കുന്നു. ഖുർആനിൽ അവൻ കാഫിറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ആരെങ്കിലും ശകുനം നോക്കുന്ന സ്വഭാവമുണ്ടോ, അല്ലെങ്കിൽ ശകുനം നോക്കിപ്പിക്കുന്നവനാണോ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഔ തകഹന ഔ തുകുഹിന ലഹു, അല്ലെങ്കിൽ ആരെങ്കിലും ഭാവി പ്രവചിക്കുന്നവനാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രവചിപ്പിക്കുന്നവനാണോ, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അടുത്തത് ഔ സഹറ, ആരെങ്കിലും സിഹർ ചെയ്യുന്നുണ്ടോ, ഔ സുഹിറ ലഹു, ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന സുപ്രധാനമായ കാര്യമായി നാട്ടിൽ പല നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങൾ പെരുകുകയാണ്. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. എല്ലാ മതസ്ഥരും അതിൽ തുല്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമ്മുടെ മനസ്സിന് സമാധാനം തരണമെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ വലിച്ചെറിയാനുള്ള ധൈര്യവും ഊർജവും ഇൽമും നമുക്കുണ്ടാവണം. 2, മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്ന കാര്യം പാപങ്ങളാണ്. ഒരു തെറ്റ്, ഒരു ഹറാം, ഒരു വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ, നമുക്കൊരു സ്വസ്ഥത കിട്ടൂല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ മാനസിക വിഷമം എത്ര കാലം അത് നിലനിൽക്കും. പ്രത്യേകിച്ചും അറിഞ്ഞുകൊണ്ടൊരു തെറ്റു ചെയ്താൽ, ഈ തെറ്റിന് ഇത്ര കുറ്റമുണ്ടെന്നറിഞ്ഞിട്ട് ഇത് പരലോകത്ത് പൊറുക്കൂല എന്നറിയുന്ന ഷിർക്കിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് അതൊക്കെ ഷിർക്കൊരാൾ ചെയ്താൽ അയാൾ എന്നും വേദനയിലാണ്. വ്യഭിചാരത്തിന്റെ ഗൗരവം, സ്വവർഗരതിയുടെ ഗൗരവം, പലിശയുടെ എത്രയെത്ര ഹദീസുകൾ നമ്മൾ പഠിച്ചു. എന്നിട്ടും ആ തെറ്റ് ചെയ്തവന്റെ മുഖത്തുണ്ടാകും അവന്റെ മനസ്സിന്റെ വിഷമങ്ങൾ, തീരാത്ത വേദന അവനുണ്ടാകും. ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞവന് ഇടക്കിടക്ക് പറയാനുണ്ടാകും. നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പാപമെന്ന് പറഞ്ഞാൽ അൽ-ഇസ്മു, പാപമെന്ന് പറഞ്ഞാൽ മഹാക ഫീ സ്വദിരിക, അത് ചെയ്താൽ നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കും, ഒരു അസ്വസ്ഥതയുണ്ടാക്കും. വകരിഹ്ത അൻ യത്വലിഅ അലൈഹിൻ നാസ്, ജനങ്ങൾ അത് അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാപങ്ങളാണ്. ഏത് വേണമെങ്കിലും കൂട്ടിവെച്ചോ. എന്നാൽ കടുത്ത ചില പാപങ്ങൾ ചെയ്താൽ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, ഇബാദുർ റഹ്മാന്റെ ഗുണം പറയാണ്, അല്ലാഹു അല്ലാത്തവരോട് ഒരിക്കലും അവര് പ്രാർത്ഥിക്കൂല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരിക്കലും ഒരു അന്യായമായ ഒരു ജീവനെ അവർ വധിച്ചു കളയൂല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കൂല. ഇതൊക്കെ മനുഷ്യനെ നീറ്റിപ്പുകക്കുന്ന സാധനങ്ങളാണ്. താൽക്കാലിക രസത്തിനും സുഖത്തിനും വേണ്ടി ചെയ്യുന്ന സുഖഭോഗങ്ങളാണ്. വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ, ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ അവൻ അതിന്റെ പാപം അനുഭവിക്കും, കണ്ടുമുട്ടും. അത് 2 ലോകത്തും അവൻ അതിന്റെ എല്ലാ നിലക്കുമുള്ളത് അവൻ അനുഭവിക്കേണ്ടി വരും. ഇനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, പാപക്കറകളെങ്ങാനും പുരണ്ടുപോയാൽ, അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നിരാശനാകണ്ട,
അല്ലാഹു പാപം പുറത്തു തരും. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. ലാ തഖ്നതു ബിർറഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. ഉടൻ തൗബ ചെയ്തു. നീ നിരാശപ്പെടല്ലേ, അള്ളാന്റെ റഹ്മത്തുണ്ട്, അള്ളാഹുവിന്റെ വിശാലമായ മർഹമത്തുണ്ട്. നീ നിരാശനാവല്ലേ, പെട്ടെന്ന് തിരിച്ചു വാ. നീ പാപങ്ങളിൽ അവസാനിപ്പിക്കുക, നീ തൗബ ചെയ്ത് പശ്ചാത്തപിക്കുക. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. ഗഫൂർ എന്ന പാദത്തിന്റെ ആ വാക്കിന്റെ നാമത്തിന്റെ കൂടെ റഹീം, കാരുണ്യവാനാണ്. പാപം ചെയ്തവനോട് പോലും അല്ലാഹു തആല കരുണ കാണിക്കും. നമുക്ക് വേണം പുറത്ത് കിട്ടണമെന്ന പ്രാർത്ഥനയുണ്ടാവണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. തഖീങ്ങളുടെ പ്രാർത്ഥനയാണ്, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്ത് തരണം, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾക്ക് പുറത്തു തരണേ. വഖിനാ അദാബന്നാർ. ഈ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റരുത് എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട് അവർ സമാധാനം നേടിയെടുക്കും. അതോടൊപ്പം എത്ര കാലം നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു, അന്ന് നമ്മൾ പൂർണ്ണ സന്തോഷത്തിലായിരിക്കും. ഇക്കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തെറ്റുകൾ നമ്മൾ ഇന്ന് മുതൽ കുറച്ചു വരാൻ തുടങ്ങിയാൽ ഇന്ന് മുതൽ നമ്മുടെ സന്തോഷങ്ങൾ കൂടാൻ തുടങ്ങുകയാണ്. കണ്ണുകളെ നിയന്ത്രിച്ചോ, സമാധാനം ഉണ്ടാക്കാൻ പറ്റും. അരുതാത്തത് കാണുന്ന അവസ്ഥയുണ്ടോ, നമുക്ക് സ്വസ്ഥതയില്ല. ചെവി കൊണ്ട് വേണ്ടാത്തത് കേൾക്കുന്നുണ്ടോ, നിർത്തണം അത്. നാവുകൊണ്ട് അന്യായം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, നീ തെറ്റുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥമാകില്ല. നിന്റെ മനസ്സുകൾ ഇങ്ങനെ കറ പുരണ്ട് കറ പുരളുകയാണ് നമ്മുടെ കൽബ്. പാപങ്ങളിൽ നിന്ന് നമ്മളങ്ങ് ശുദ്ധനായി മാറിയാൽ സൂര്യപ്രകാശം പോലെ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന തെളിമയുള്ളതാക്കി മാറും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. 3, ഞാൻ എന്തെങ്കിലും ഒരു മുസീബത്തിലും പ്രയാസത്തിലും വിഷമത്തിലും ബാധിച്ച് കിടക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന തോന്നലുണ്ടോ, അവർക്ക് ടെൻഷനായിരിക്കും. എന്നെ രക്ഷിക്കാനും എന്നെ സഹായിക്കാനൊന്നും എനിക്കാരുമില്ല എന്ന തോന്നൽ വരുന്നവർക്ക് എന്നും അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ ഇടക്കിടക്ക് നിങ്ങളുടെ കൂടെ അല്ലാഹുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ എവിടെയായിരുന്നാലും വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവൻ നേർക്ക് നേരെ കാണുന്നുണ്ട്. അവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിശ്വാസം നൽകുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കിണറ്റിൽ നിന്ന് കൊട്ടാരത്തിലെത്തി. നിഷേധിക്കില്ലല്ലോ നമ്മൾ. കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്ക് മാറേണ്ട ഘട്ടം വന്നു. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് പിന്നീട് മന്ത്രിപദത്തിലേക്ക് ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയ സൂറത്ത് യൂസുഫിന്റെ അധ്യായം വായിക്കുമ്പോ കാണാം, ഫല്ലാഹു ഖൈറുൻ ഹാഫിദാ. ആരാ യൂസുഫ് നബിനെ സംരക്ഷിച്ചത്? അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ സംരക്ഷണം നൽകുന്നവൻ. വഹുവ അർഹമുർ റാഹിമീൻ. അല്ലാഹുവിന്റെ കൂടെ അവൻ ഏറ്റവും കാരുണ്യവാനാണ്. കിണറ്റിനകത്ത് യൂസുഫ് നബിക്ക് സംരക്ഷണം നൽകിയ ഒരു പടച്ചറപ്പുണ്ട് നമ്മുടെ കൂടെ. മത്സ്യത്തിന്റെ വായിക്കകത്ത് യൂനുസ് നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകിയ ഏറ്റവും ശ്രേഷ്ഠ കഴിവുള്ള റബ്ബുണ്ട് നമ്മുടെ കൂടെ എന്ന വിശ്വാസം നമുക്ക് വേണം. ഫിറഔനിന്റെ ഇടയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി രണ്ടുപേരും പേടിച്ച് ഇതാ പിടിക്കപ്പെടും, നമ്മൾ വധിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്ന അവസ്ഥ വന്നപ്പോ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, വേണ്ട, എൻ്റെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം നൽകുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, ലാ തഖാഫാ ഇന്നീ മഅകുമാ അസ്മഉ വ അറാ. അല്ലാഹ് പറയുന്നുണ്ട് അവരോട്, രണ്ടുപേരോടും, നിങ്ങൾ രണ്ടാളും പേടിക്കരുത്, ഭയപ്പെടരുത്. ഇന്നനീ മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെ, രണ്ടുപേരുടെയും കൂടെയുണ്ട്. അസ്മഉ വ അറാ, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അല്ലാഹുവിൽ ശരിയാവണ്ണമുള്ള ദീനിയായ വിശ്വാസവും തൗഹീദ് ഏകദൈവാരാധന മുറുകെ പിടിച്ചാൽ
പടച്ചോൻ നമ്മുടെ കൂടെ സംരക്ഷകനായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യൻ, എന്ത് ചെറിയ പ്രായത്തിൽ എത്ര ഇൽമാണ് നേടിയെടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ച് യാ ഗുലാം, പൊന്നുമോനെ വിളിച്ചു പറയാണ്, മോനേന്ന് വിളിച്ച് ഉപദേശിക്കുകയാണ്. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചോ, അല്ലാഹ് നിന്നെ സഹായിക്കും കേട്ടോ. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, അല്ലാഹുവിന്റെ സഹായം നിനക്ക് കാണാൻ പറ്റും. നീ അല്ലാഹുവിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് ജീവിച്ചോ. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കാനുള്ളതൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചോ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, സഹായം തേടുമ്പോഴെല്ലാം അല്ലാഹുവിനോട് സഹായം തേടിക്കോ. എന്തൊരു ബോധമാണ്, എന്തൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. ആലോചിക്കുക, എനിക്ക് അല്ലാഹ് എൻ്റെ കൂടെ എന്ന ചോദ്യം. നമ്മൾ എത്ര കാലം തഖ്വയിലും മുഹ്സിനായി നല്ലവരായി സുഹൃതം ചെയ്ത് ജീവിക്കുന്നു, പടച്ചോണ്ട് നമ്മളെ കൂടെ സംരക്ഷകനായിട്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയിലായി ജീവിക്കുന്നവരുടെ കൂടെ അല്ലാഹുണ്ട്, മുഹ്സിനീങ്ങളായി ജീവിക്കുന്നവരുടെ കൂടെ, സുഹൃതം ചെയ്യുന്നവരുടെ കൂടെ അല്ലാഹുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന വക്താക്കളല്ല. സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, ശാന്തമായ ജീവിതമുള്ള, കുറ്റകൃത്യങ്ങൾ കൊണ്ട് സന്തോഷം കണ്ടെത്താത്ത, ആഭിചാര്യങ്ങളും അതുപോലെ പൈശാചിക പ്രവണതകളിലും അകപ്പെട്ടുകൊണ്ട് മഹാ അപരാധങ്ങൾ ചെയ്ത് നാശകരമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറാതിരിക്കണം. നമുക്കൊരു നാടിനെ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചിന്തകൾ പങ്കുവെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനത്തോടെ ജീവിച്ചു മരിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വത്തു വൽ അഖവാത്ത് ഉസീകും ബഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ കണ്ടുമുട്ടണം, പരലോകത്ത് രക്ഷപ്പെടണം. അല്ലാഹുവിൻ്റെ കോടതിയിൽ ഞാൻ അപമാനിതനാവരുത്. പടച്ചറബിനെ കണ്ടുമുട്ടുന്ന നേരത്ത് എന്നെ ആട്ടി അകറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് എന്ന് ചിന്തിക്കുന്നവരാവണം നമ്മൾ. ആ പരലോക കോടതിയിൽ ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടി സന്തോഷത്തോടെ സ്വർഗത്തിലെത്തണമെങ്കിൽ, അല്ലാഹു തആല പറയുന്നുണ്ട്, നല്ല സൽക്കർമ്മം അയാളിൽ വേണം, അധ്വാനിക്കുന്ന ശീലം വേണം. فمن كان يرجو لقاء ربه فليعمل عملا صالحا. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നന്നായി സൽക്കർമ്മം ചെയ്യട്ടെ. ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും സ്വതക്കയും സുന്നത്ത് നമസ്കാരങ്ങളും പരസ്പരമുള്ള നല്ല നല്ല മര്യാദകളും കുടുംബബന്ധം ചേർക്കലും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലും പള്ളികളുമായുള്ള നല്ല ബന്ധങ്ങളും ദീനിയായ സദസ്സുകളിലുള്ള പങ്കാളിത്തവും എല്ലാം നിറങ്ങുന്ന സൽക്കർമ്മത്തിൻ്റെ ഒരു വലിയ ഭാണ്ഡം അവൻ്റെ കയ്യിൽ വേണം. അടുത്തത് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. പരലോകത്ത് റബ്ബിനെ നേരെ കണ്ടുമുട്ടണമെങ്കിൽ ഒരിക്കലും ശിർക്കിന്റെ അംശങ്ങൾ നിന്റെ അടുത്ത് വരരുത്. ഒരിക്കലും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കുന്ന യാതൊരു കർമ്മങ്ങളും, അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന വരരുത്. അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നിന്നിൽ ഉണ്ടാവരുത്. അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യരുത്. അങ്ങനെ തുടങ്ങുന്ന യാതൊരു നിലക്കുമുള്ള ശിർക്കിന്റെ അംശങ്ങൾ വരരുത്. എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഒരു അണുമണിത്തൂക്കം നമ്മൾ നന്മയിലാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഒരു ചെറിയ നന്മ നമുക്കുണ്ടോ, നമുക്കതിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റും. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കിട്ടുന്ന ചാൻസുകളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, ശഅബാൻ മാസം അടുത്ത് വന്നാൽ, നമ്മളിതാ നാളെ മുതൽ വരാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആ ശഅബാൻ വരുമ്പോൾ ഈ ഹദീസുകളൊന്ന് വെച്ച് നോക്കൂ നിങ്ങൾ. നബി തങ്ങൾ പറയുകയാണ്, വഹുവ ശഹ്റുൻ, ശഅബാൻ എന്ന മാസം, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ.
ആകാശലോകത്തേക്ക്, റബ്ബിന്റെ അരികിലേക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന, പരിശോധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്ന മാസമാണ്. നല്ല സൽക്കർമ്മം ചെയ്തോ, നല്ല സ്വഭാവത്തിന്റെ വക്താവായിക്കോ, നല്ല മാറ്റം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിന്റെ ഖൗല്, നബി തങ്ങളുടെ ജീവിതം കണ്ടിട്ടാ പറയുന്നത്, ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ല, തങ്ങൾ ശഅബാനിൽ ഭൂരിഭാഗവും നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഗാലിബഹു, ഭൂരിഭാഗവും ദിവസങ്ങളും ശഅബാനിൽ സാധ്യമാകുന്ന അത്രയും സുന്നത്ത് നോമ്പുകൾ എടുക്കുമായിരുന്നു. ബറാത്ത് കാത്തിരിക്കണ്ട, ഇല്ലാ നോമ്പുകൾ കാത്തിരിക്കണ്ട, പറ്റാവുന്ന അത്രയും സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ട് റമദാനിലേക്ക് നല്ല രൂപത്തിലേക്ക് മുന്നിട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. ഒരു മനുഷ്യൻ എന്ന നിലക്ക് 3 തരത്തിൽ നമുക്ക് കടമകളുണ്ട്. ഹഖുൽ നഫ്സിഹി, ഒന്ന്, നമുക്ക് നമ്മളോട് ചില കടമയുണ്ട്. ശഅബാനിൽ നമ്മൾ ചിന്തിക്കുക, ഞാൻ എന്നോടുള്ള കടമ, കൃത്യമായി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ? ഞാൻ എൻ്റെ കണ്ണുകളെ വേണ്ടതുപോലെ ഉറക്കം കൊടുക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ശരീരത്തിന് വല്ലതും കാരണം കൊണ്ട് നശിപ്പിക്കുന്നുണ്ടോ? എനിക്ക് എന്നോടും എൻ്റെ ശരീരത്തിനോടുള്ള ബാധ്യതയുണ്ട്, അത് നിർവഹിക്കണം. തനിക്ക് ജന്മം നൽകിയ സൃഷ്ടാവിനോട് അവന് കടമയുണ്ട്. അവന് ഇബാദത്ത് ചെയ്യണം, അവന് വേണ്ടി സ്വതക്ക ചെയ്യണം, അവൻ്റെ കൂലി ലഭിക്കാൻ വേണ്ടുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമസ്കാരവും സ്വതക്കയും സക്കാത്തും ഹജ്ജും അടക്കമുള്ള പറയപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ അവനിലുണ്ടാകുമ്പോൾ അവന് റബ്ബിനോടുള്ള കാര്യം പാലിക്കുന്നവനാണ്. ചിലർ സൃഷ്ടികളോടൊക്കെ ഭയങ്കര താല്പര്യത്തിൽ പ്രവർത്തിക്കുക, പക്ഷേ റബ്ബിനോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നവർ ആ കാര്യം മനസ്സിലാക്കുക. ഉലമാക്കന്മാർ പറയാ, 3 വഹഖുൽ മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. പട്ടിണി കിടക്കുന്ന അയൽവാസിയോട് ബാധ്യതയുണ്ട്, കഷ്ടപ്പെടുന്നവന്റെ ദുരിതത്തിൽ നമുക്ക് ബാധ്യതയുണ്ട്, സങ്കടപ്പെടുന്നവന്റെ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് ബാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് സുഹൃതം ചെയ്യുന്ന നല്ലവരായി മാറുക എന്നതും നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ ധാരാളം നന്മകളുമായി പരിപോഷിപ്പിക്കപ്പെട്ട് നല്ല തഖ്വയുള്ള മനസ്സുകളുമായി കൊണ്ട് വരും നാളുകളിൽ കർമ്മോത്സുകരായി മടിപിടിക്കാതെ അശ്രദ്ധമാകാത്ത ദിനരാത്രങ്ങളാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ വളരെയധികം നന്നാക്കിയെടുക്കാൻ, ഈമാനിനെ പുതുക്കിയെടുക്കാൻ, സച്ചരിതരായി സാലിഹീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളി പരിപാലന ഫണ്ട് എല്ലാ നിലക്കും നമ്മൾ ആരെയും ഓർമ്മപ്പെടുത്തി പിന്നെയും നിർബന്ധിപ്പിക്കേണ്ട ഒന്നല്ല എന്നറിയാമെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപക്ഷെ പുതുതായി ഒക്കെ കയറി വരുന്ന ആളുകൾക്ക് പള്ളികളോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ് ആ സ്വതക്ക എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൃത്യമായി കൊണ്ട് സഹകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ദീനിയായ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസുകളിൽ താല്പര്യപൂർവ്വം കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ പരീക്ഷകളുടെ ചൂടുപിടിച്ച ദിവസങ്ങളിലേക്ക് വരാനിരിക്കുകയാണ്. നന്നായി പഠിക്കുന്ന മക്കൾ പോലും പരീക്ഷാ സമയത്ത് എഴുതാൻ കഴിയുന്നില്ല. അവർക്ക് മാനസികമായി വലിയ പേടി തോന്നുന്നു. ഞാൻ പഠിച്ചത് എനിക്ക് എഴുതാൻ കഴിയില്ല എന്ന ബേജാറ് വരുന്നു. എത്രയോ മിടുക്കന്മാരായ മക്കൾ പരീക്ഷാ സമയങ്ങൾ പിറകോട്ട് പോകുന്ന രംഗമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ബോധം നൽകുന്നതിന് വേണ്ടി എൻറിച്ച് എന്ന പേരിൽ നാളെ 2:30 മണിക്ക് കണ്ണൂർ കാൾടെക്സിലുള്ള ഇസ്ലാഹി മസ്ജിദിൽ പരീക്ഷാ സഹായി എന്ന നിലക്കുള്ള ചില ക്യാമ്പ് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ മക്കളെയൊക്കെ ആ രൂപത്തിൽ അവരതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ നമ്മൾ 10,000 ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന നമ്മുടെ മക്കൾ ക്യാമ്പസിൽ നിന്ന് തിരിച്ചു വരുന്നത് തമ്മാടികളായി, ധിക്കാരികളായി, താന്തോന്നികളായി, ലിബറലിസ്റ്റുകളായി, സ്വതന്ത്രവാദികളായി, യുക്തിവാദികളായി കയറി വരുന്ന പുതിയ കാലത്ത് നമ്മുടെ കുട്ടി ഒരു നല്ല മുസ്ലിമിൻ്റെ ക്രെഡിറ്റ് ഉള്ളവനായി മാറാൻ അവരെ സഹായിക്കേണ്ടതുണ്ട്. ക്യാമ്പസ് കോൺഫറൻസ് പേരിൽ ഒരു ചെറിയ നവോത്ഥാന പരിഷ്കരണം അവരിൽ വരുത്താനുള്ള ശ്രമമായിട്ട് ഇൻഷാ അല്ലാഹ് 8-ാം തീയതി കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ചുകൊണ്ട് ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രോഗ്രാം നടക്കുന്നുണ്ട്. രാവിലെ മുതൽ എല്ലാ മക്കളെയും ആ രൂപത്തിലൊക്കെ എത്തിക്കാനുള്ള രജിസ്ട്രേഷനൊക്കെ നമ്മൾ ചെയ്ത് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സ്വാലിഹീങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ സഹോദരി 2 ദിവസം മുമ്പ് വളരെ പെട്ടെന്നുള്ള ഒരു മരണത്തിന്
കീഴടങ്ങേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. കുടുംബത്തിന് വലിയ പ്രയാസവും ഷോക്കുമായിരിക്കുകയാണ് അല്ലാഹുവേ. ആ കുടുംബത്തിനെല്ലാം നീ ക്ഷമയും ഈമാനും പ്രതിഫലവും നൽകണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും നല്ല കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ താഴ്ത്തി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും കാവൽ നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم.